ഹലോ ഗായ്സ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മുടെ കരിയർ ടോക്സിൽ ദേവിക മോഹനാണ്. അപ്പൊ ദേവിക മോഹന്റെ വിശേഷങ്ങൾ നമുക്കറിയാം, അവോധയായിട്ടുള്ള ജേർണി എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, ഹായ് ദേവിക. ഹലോ, ഹായ്, ഹായ്. ഹൗ ആർ യു? എന്നാണ് വിശേഷം? വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ജോലിയൊക്കെ സുഖായിട്ടിരിക്കുന്നു. കിട്ടി. ഓക്കെ, ഒരു ഗുഡ് ന്യൂസ് ഒക്കെ കേട്ടല്ലോ, പറഞ്ഞേ കേക്കട്ടെ. ഞാൻ 3 മാസം മുന്നെയാണ് അവോധയിൽ, അല്ല 6 മാസം മുന്നെയാണ് അവോധയിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3 മാസം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ 3 മാസം തിരുവനന്തപുരത്ത് വി ക്രിയേറ്റീവ്സ് ലൈവ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഓ ഫൈൻ, ഓക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ മാസം 4-ാം തീയതി വരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ലെറ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോയിൻ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ? അപ്പൊ അവോധ പറയുന്ന പോലെ ജോലി കിട്ടിയിട്ട് പണം മറിക്കാം, ജോലി ഇവിടെ ഉറപ്പാണെന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണല്ലേ? അതെ. ഓക്കെ, അപ്പം എനിവേ കൺഗ്രാറ്റുലേഷൻ. വി ക്രിയേറ്റീവ് ലൈഫ്സ് അല്ലേ? ഓക്കെ, എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ശാസ്തമംഗലം, തിരുവനന്തപുരത്ത്. ശാസ്തമംഗലം, തിരുവനന്തപുരത്താണ്. ഓക്കെ 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 ഫൈൻ. അപ്പം എന്നാണ് അവോധയിലേക്ക് ജോയിൻ ചെയ്തത്? ഞാനൊരു ഫെബ്രുവരി ആ ഒരു ടൈമില് 2020 or 21? 21. 21 ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ എന്നതാ പഠിച്ചത് ദേവിക? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ പഠിച്ചത് അല്ലടാ? ബേസിക്കലി എന്തുവാ ഡിഗ്രി എന്നതാ? ഞാൻ എക്കണോമിക്സ് ആയിരുന്നു ഡിഗ്രി. എക്കണോമിക്സ്. എവിടെ പഠിച്ചേ? ഞാനിവിടെ കോട്ടയം. കോട്ടയം. ഏത് കോളേജ്? SBR NSS വാഴൂർ. വാഴൂരില്. ആഹാ, ഞാനും കോട്ടയംകാരിയാണ് കേട്ടോ, പാല. ഓക്കെ, അപ്പം അവിടെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പം അവിടെ എക്കണോമിക്സ്, BA എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതിന് കഴിഞ്ഞിട്ട് എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തേ? എന്തുകൊണ്ടാ? ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ഇ-കൊമേഴ്സ് ഈ റീസെല്ലിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഗുഡ്. അപ്പൊ അങ്ങനെയാണ് ഇതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ കിട്ടി. പിന്നെ ഇപ്പൊ പഠിച്ചാൽ കൊള്ളാം, സ്വന്തമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ കയറിയതാണ്. അതുകൊണ്ടാണ് എങ്ങനെയാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി അറിഞ്ഞു? അവോധയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞേ? അത് എനിക്കൊരു ആഡിന്റെ ഇങ്ങനെ വന്നിട്ട് ഒരു എന്താ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നാണ് അവോധയെ പറ്റി ഉള്ള ഒരു ഡീറ്റെയിൽസ് ഒരു കിട്ടിയതാണ്. അപ്പൊ അങ്ങനെയാണല്ലോ. ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എന്താ? അത് ഓഫ് കോഴ്സ് ജോലി കിട്ടിയിട്ട് ബാക്കി പൈസ എടുത്താൽ മതി. അതാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം അവോധ അങ്ങനെ വന്നപ്പോ തന്നെ ഇപ്പൊ ജോലി കിട്ടിയിട്ട് പണം അടയ്ക്കാൻ കണ്ടു. ഏത് കോഴ്സ് ആയിരിക്കും ആദ്യം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണോ ആദ്യം നോക്കിയേ? കോഴ്സ് ഉണ്ടോ? പിന്നെ അതിന് നല്ല കരിയർ ഉണ്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ, അങ്ങനത്തെ. ഓക്കെ ഓക്കെ. ഇനി അപ്പം കഴിഞ്ഞ ജനുവരിയിൽ ജോയിൻ ചെയ്തല്ലേ? ജോയിൻ ചെയ്തു. 3 മാസം ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയോ? ക്ലാസ് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ജോസഫ് സാർ ക്ലാസ് എടുത്തായിരുന്നു. ഒരു അടിപൊളി ക്ലാസ് ആയിരുന്നു. നല്ല വ്യക്തമായിട്ട് ഒക്കെ മനസ്സിലാവുമായിരുന്നു. ക്ലാസ് ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് തന്നെ. നമ്മുടെ അവോധയുടെ പ്ലാറ്റ്ഫോമിനെ പറ്റി ഒന്ന് പറയാമോ? കാരണം ഇത് കാണുന്ന ഒരു പുതിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം അവോധയുടെ പ്ലാറ്റ്ഫോം, പക്ഷേ ആസ് ആൻ അവോധിയൻ ദേവികയിൽ നിന്ന് കേൾക്കുമ്പോൾ അത് കുറച്ചും കൂടെ സൗണ്ട്സ് ഗുഡ്. സോ ഒന്ന് പറയാം, എങ്ങനെയാണ് അവോധയുടെ പ്ലാറ്റ്ഫോം പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ബേസിക്കലി പറയാം, നമുക്ക് പല കോഴ്സും പഠിക്കുമ്പോഴോ മിക്കത് ഇംഗ്ലീഷിലായിരിക്കും ഫുൾ പറയുന്നത്. അത് അവർക്ക് അവരുടേതായ ഭാഷയിൽ അവരങ്ങ് പറഞ്ഞു പോകും. നമുക്കത് കേട്ടോണ്ടിരിക്കാമെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ ക്ലാസ് നോക്കിയാലും അത് തന്നെയാണ് അവസ്ഥ. അവോധയില് സാർ എടുക്കുന്നതായാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ഫുൾ നമുക്ക് പറ്റുന്ന രീതിയിൽ വളരെ കൂളായിട്ട് സാറ് കാഷ്വൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും. പിന്നെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് സെക്ഷൻ ഉണ്ട്. എനിക്ക് സത്യത്തിൽ അതിനകത്തൊന്നും കയറേണ്ട ആവശ്യം വന്നിട്ടില്ല. സാറ് പറഞ്ഞ് തരുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടാണ് സാറ് പറഞ്ഞു തരുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ ആയിട്ട് സാർ എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ്? എന്നാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാമോ ദേവികയുടെ കൺസെപ്റ്റില്? ഇപ്പൊ നമ്മള് ഡിജിറ്റലി ഡിജിറ്റലി നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത്, നമ്മൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയല്ല മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ചെന്നിട്ട് എല്ലാം ചെയ്ത് ഇത് വായിക്കണം അത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നെന്ന് പറയുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പല പല പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്നെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ്, ICO, അങ്ങനെ പല പല രീതികൾ നമുക്ക് എളുപ്പത്തിൽ
ആൾക്കാരിലേക്ക് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും. അത് ഡിജിറ്റലി നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണല്ലേ. ഓക്കെ, സോറി. ഓക്കെ, ദെൻ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ദേവികയുടെ കൺസെപ്റ്റിൽ. അപ്പം പറഞ്ഞല്ലോ ക്ലാസ് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ പൊതുവെ ഈ കുട്ടികളെല്ലാം പറയുന്നത് ഓഫ്ലൈൻ ക്ലാസ് അല്ല ഓൺലൈൻ ക്ലാസ് അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും എഫക്റ്റീവ് ആണോ? അപ്പം അതിന് മോൾക്ക് എന്താ പറയാനുള്ളത് അബോധന്റെ ക്ലാസ് വെച്ചിട്ട്? ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു, റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു. പിന്നെ അത് വേറെ പ്രശ്നം തോന്നുന്നില്ല, നമുക്ക് മനസ്സിലാവും. സാറ് നമുക്ക് സിലബസ് തരും, ആ സിലബസിലുള്ള അതേ കാര്യങ്ങളായിരിക്കും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ടിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ആണല്ലേ. എടാ ഇപ്പോഴും എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്ന എന്തെങ്കിലും പോർഷൻസ് ഉണ്ടോ? മിക്കതും എനിക്ക് മനസ്സിലായി. പിന്നെ SEOയുടെ ഭാഗത്തൊക്കെ വന്നതാണ് കുറച്ചൊരു ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ തന്നെ ചെയ്താലും നമുക്കിപ്പോ ഒരു പ്രാക്ടീസ് ആവുകയുള്ളൂ. ബാക്കി എനിക്ക് മിക്കതും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇത് അതായത് സോഷ്യൽ മീഡിയ ഒക്കെ കുറെ കൂടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എനിക്ക് കുറെ കൂടി എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട്. SEO നമ്മളങ്ങനെ ഇത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രം കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വന്നു. ബാക്കിയൊക്കെ എളുപ്പമാണ്. ആണല്ലേ. ഓക്കെ, ഗുഡ്. എടാ അപ്പം ലൈവ് സെക്ഷൻസ് ഉണ്ട്, റെക്കോർഡ് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ എത്ര റേറ്റിംഗ് തരും ദേവിക? റെക്കോർഡിന് ഞാൻ 5 തരും. സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ലൈവ് ക്ലാസ് 4. അതായത് നമ്മള് പെട്ടെന്ന് ഒരാള് പറഞ്ഞു തരുമ്പോഴത്തേനും നമുക്ക് ഒരു ഇത് വരും. ആണല്ലേ. ഓക്കേടാ. അപ്പൊ 3 മാസം ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ ശേഷം ഇന്റേൺഷിപ്പിന് വിട്ടു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ കോളൊക്കെ കിട്ടിയോ? കിട്ടി. അപ്പം എങ്ങനെയായിരുന്നു? വർക്ക് ഫ്രം ഹോം ആയിരുന്നോ അതോ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യായിരുന്നോ? എനിക്ക് ആദ്യമേ വേറൊരു കമ്പനിയിൽ നിന്ന് വന്നു. അപ്പൊ അത് നമുക്ക് അവിടെ ചെന്നിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഈ കോവിഡിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ വേറൊരു കമ്പനിയുടെ ഇത് വന്നു. അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഇത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്താൽ ജോബ് എങ്ങനെയാ? അവരുടെ ജോബ് എങ്ങനെയാ? ലൈക്ക് പോസ്റ്റേഴ്സ് ആണോ, വെബ് പേജസ് ആണോ, എങ്ങനെയാ? നമുക്ക് എല്ലാം തരും. നമുക്കൊരു സബ്ജക്റ്റ് തരും, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന രീതിയിലല്ലേ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അവര് ഇന്നത് ചെയ്ത് തരും എന്ന് പറയത്തില്ല. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക, അതാണ്. പിന്നെ നമുക്ക് ബേസിക്കോട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആസ് എ ഫ്രഷർ എന്ന നിലയ്ക്ക് വി ക്രിയേറ്റീവ് ലൈഫ്സ് കുറെ ഓപ്പർച്യൂണിറ്റീസ് വെച്ച് തരുന്നുണ്ടല്ലേ, കുറെ പ്ലാറ്റ്ഫോംസ് ഒരുക്കി തന്നെ ഉണ്ടല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. ആസ് എ കമ്പനി നമ്മുടെ ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ അവരെ ഹയർ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്ലേസ്മെന്റ് സെല്ലിൽ നിന്ന് ഞാൻ അറിഞ്ഞെന്ന് വെച്ചാല് എന്താ പറയടാ, കുറെ പുതിയ ടൂൾസ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് അല്ലേ അതൊക്കെ? അതെ അതെ. എനിക്കിപ്പോ അവിടെ തന്നെ ഒരു വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ്. അത് ഞങ്ങൾക്കും പ്രൗഡ് ആണെടാ. കാരണം നമുക്കുള്ള കമ്പനീസിൽ തന്നെ നിങ്ങളെ നമ്മൾ ഇന്റേൺഷിപ്പിന് വിടുമ്പോ ആസ് എൻ അബോധ എന്ന് വരുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ പറയാ ഒരുപാട് ലൈക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലൈക്ക് നല്ല കുട്ടികളായിരിക്കും, പഠിച്ചിട്ടായിരിക്കും തന്നെ. അത് തന്നെ നിങ്ങൾ അവിടെ ചെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ച് അവിടെ തന്നെ പ്ലേസ്ഡ് ആകുമ്പോ ആസ് എൻ അബോധിയൻ നമുക്കൊക്കെ ഭയങ്കര പ്രൗഡ് ആണ് കേട്ടോ. ഓക്കേടാ. ഓക്കെ. അപ്പം എന്താണ് ഇപ്പം ഇനി വരുന്ന കുട്ടികളോട് പറയാനുള്ളത്? അബോധയിലേക്ക് വരുന്ന കുട്ടികളോടും ഒക്കെ എന്താണ് പറയാനുള്ളത്? നമ്മള് മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കണം. അതായത് പഠിച്ചില്ല എങ്കിൽ അബോധയിൽ കുറ്റം പറഞ്ഞ കാര്യം നമുക്ക് അവര് തരുന്നുണ്ട് ഒരു സർവീസ്. അപ്പൊ അതിന് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മൾ പഠിക്കുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കാതെ നമുക്ക് ജോലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് അതുപോലെ തന്നെയാണ്. നമ്മൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല. അപ്പൊ നമ്മൾ മാക്സിമം അവിടെ വർക്ക് ചെയ്യുക. അങ്ങനെ ആയത് നമുക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. അതിന് എക്സാമ്പിൾ ആണ് ദേവി. കാരണം അവിടെ തന്നെ വർക്ക് ഇന്റേൺഷിപ്പ് ചെയ്ത് അതാണ് നമ്മൾ പറയുന്ന കുട്ടികളോട്. നമ്മൾ തരുന്ന ഒരു അപ്പർ പ്ലാറ്റ്ഫോം അത് യൂസ് ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് കാണിക്കുക. അവിടെ തന്നെ ഒരു ഒബ്സർവേഷൻ പീരീഡ് ആണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തത് കൊണ്ടാവാം ദീപിക അവിടെ തന്നെ ആയിരുന്നു. ഒരുപാട് കുട്ടികൾ കമ്പനിയിൽ പ്ലേസ്ഡ് ആവുന്നുണ്ടാ. അപ്പം സോ ഹാപ്പി. സോ എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ബൈ.